بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5ാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് 2022 അഖീദ എന്ന വിഷയത്തിൽ നടത്തിയ ചോദ്യപേപ്പർ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഖുർആൻ, ഇബാദത്ത്, ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇജ്മാഅ്, ഖിയാസ്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പരമാവധി താഴ്മ ചെയ്യലാണ്. ബ്രാക്കറ്റിൽ ഇബാദത്ത് എന്നുണ്ട്. ഇബാദത്ത് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 2, അഗ്നിജ്വാലകൾക്കിടയിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഖുർആൻ എന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ എന്ന് എഴുതി കൊടുക്കുക. 4, നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. 5, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാഅ്. ഇജ്മാഅ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം എന്നാണ്. ഇവിടെ ഒരു ചോദ്യത്തിന് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ശരി ഏതാണോ എങ്കിൽ അതിൻ്റെ നേരെ ടിക്കിട്ട് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം. ഇവിടെ അബൂ ഹനീഫ, ഷാഫിഈ, അബുൽ ഹസനിൽ അശ്അരി എന്നൊക്കെ ഉണ്ട്. ഉത്തരം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം, യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു ക്രൈസ്തവർ എന്നാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. മൂന്നാമത്തത്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. 4, മൂസ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി ഫിർഔൻ എന്നാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. 5, 23 വർഷം കൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം ഖുർആൻ. ഖുർആൻ എന്നാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം യോജിച്ച സ്ഥാനത്ത് എഴുതാം എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ അബി ഖുഹാഫ, ഔഫ്, അബി വഖാസ്, അബി ത്വാലിബ്, സൈദിൻ, ഓഫാൻ, ഉബൈദില്ല, അൽ അവ്വാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളുടെ പേരാണ്. അവരുടെ പൂർണ്ണമായ പേര് ഇവിടെ ചേർത്ത് കൊടുക്കാനാണ്. തുടക്കത്തിലുള്ള പേര് ചോദ്യഭാഗത്ത് ഉണ്ട്. ഒന്നാമത്തേത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഒഫാൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 2, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 3, സഅദ് ഇബ്നു അബി വഖാസ് എന്നാണ് എഴുതേണ്ടത്. 4, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല
5 സഈദ് ബിനു സൈദിൻ റളിയല്ലാഹു അൻഹു. 6 സുബൈർ ബിനുൽ അവ്വാം. 7 അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ. 8 അബ്ദുല്ലാഹിബ്നു അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹും. ഇങ്ങനെ ശരിയായ രൂപത്തിൽ ചേർത്ത് കൊടുക്കുക. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നാണ്. ഇവിടെ ചില പദങ്ങൾക്കിടയിൽ വിട്ടുപോയിട്ടുണ്ട്. അവ പൂർത്തിയാക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, മൻ സന്ന ഫിൽ ഇസ്ലാമി ഡാഷ് ഹസനത്തൻ ഫലഹു ഡാഷ് വ അജ്റുമൻ ഡാഷ് ബിഹ. അവിടെ ശരിയായ രൂപത്തിൽ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹ വ അജ്റുമൻ അമില ബിഹ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തേത്, ഖുൽ ലാ ഡാഷ് മൻ ഫി ഡാഷ് വൽ അർദി ഡാഷ് ഇല്ലല്ലാഹ്. അവിടെ ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദി അൽ ഗൈബ ഇല്ലല്ലാഹ്. ഇൽമുൽ ഗൈബി എന്ന പാഠത്തിലുള്ള ആ തുടക്ക ഭാഗത്തിലുള്ള ആയത്താണിത്. സൂറത്ത് നംലിലെ 65-ാമത്തെ ആയത്താണ്. അടുത്ത ചോദ്യം, ഒറ്റവാക്കിൽ എഴുതാം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തേത്, തവഫനി മുസ്ലിമൻ വ അൽഹഖനി ബിസ്സാലിഹീൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. 2 പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് അതായത് ഇഹലോകം എന്നാണ് ഉത്തരം എഴുതി കൊടുക്കേണ്ടത്. 3 മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് പിശാച്. ഇന്ന ശൈത്വാന അദുവ്വും മുബീൻ എന്ന് നമ്മളെ പാഠഭാഗത്തിലുണ്ട്. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. താഴെ കൊടുത്ത 4 ചോദ്യങ്ങൾക്കും വ്യക്തമാക്കി ഉത്തരം എഴുതുക. 1 ബിദ്അത്ത് വലാലത്ത് എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കണം. ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്ത് വലാലത്താണ്. 2 ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഗൈബിയായ കാര്യം എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഇൽമുൽ ഗൈബി എന്ന പാഠത്തിലുണ്ട്. ഈസാ നബി പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നായിരുന്നു ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഗൈബിയായ കാര്യം. 3 അസ്ഹാബുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വ്യക്തമാക്കണം. മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഇതാണ് എഴുതി കൊടുക്കേണ്ടത്. 4 ചോദ്യം, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാക്കണം. അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ഇനിയുള്ള പ്രവർത്തനം ആശയം എഴുതാം എന്നാണ്. അർത്ഥം എഴുതി കൊടുക്കുക.
ഇന്ന ഷിർക ലളുൽമുൻ അലീം, അതിൻ്റെ അർത്ഥം എഴുതുക. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. രണ്ടാമത്തേത് വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അവസാനത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നാണ്. ഒന്നാമത്തെ ചോദ്യം, മുർത്തദ് മുസ്ലിമാവാൻ എന്തു ചെയ്യണം? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവൻ വീണ്ടും മുസ്ലിമാകാൻ എന്താണ് ചെയ്യേണ്ടത്? മുർത്തദ്ദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. രണ്ടാമത്തെ ചോദ്യം, ഗൈബ് എന്നാൽ എന്ത്? സൃഷ്ടികൾക്ക് സാധാരണഗതിയിൽ അറിയാത്തതാണ് ഗൈബ്. മൂന്നാമത്തെ ചോദ്യം, അദ്ദുആ എന്നാൽ എന്ത്? ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആ, അതായത് പ്രാർത്ഥന. ഇങ്ങനെ എഴുതി കൊടുക്കുക. അള്ളാഹു നമുക്കെല്ലാം ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.